സൂറത്തുൽ ഇസ്രാ ആണ് മോനെ. ഇതിലെ ആദ്യ ആയത്തുകൾ നമ്മുടെ അക്സയെ കുറിച്ചുള്ളതാണ്. ഇതാരാ ബസ്സാണോ? ഇന്ന് നേരത്തെ എഴുന്നേറ്റില്ലോ? ഇവിടം നല്ല രസമാണ് സർ. ബാബയുടെ മടിയിൽ കിടക്കുന്ന പോലെ തോന്നും. അള്ളാഹു അനുഗ്രഹിച്ച് നന്നാകല്ലോ മോനെ. പുറത്ത് എത്ര പ്രശ്നങ്ങളുണ്ടായാലും ഇവിടെ ഹൃദയങ്ങൾക്ക് കുളിര് നൽകും. ലോകത്ത് വേറെ എത്രയോ പള്ളികളില്ലേ, എന്താണ് ഈ അക്സയ്ക്ക് മാത്രം ഇത്രയധികം പ്രാധാന്യം? എന്താണ് ഇതിന്റെ കഥ? വലിയ പ്രത്യേകതയുണ്ട് ബസ. ഇതാണ് നമ്മുടെ ആദ്യത്തെ കിബില. പിന്നെ 3 പള്ളികളിലേക്കാണ് നമുക്ക് പ്രത്യേക യാത്രയ്ക്കുള്ള അനുമതി നൽകിയിട്ടുള്ളത്. മക്കയിലെ മസ്ജിദുൽ ഹറം, മദീനയിലെ മസ്ജിദുൽ നബവി, പിന്നെ നമ്മുടെ അക്സ. ഇവിടെ വെച്ചിട്ടുള്ള നിസ്കാരത്തിന് പ്രതിഫലവും ഏറെയാണ്. അത് മാത്രമല്ല മോനെ, ഒരുപാട് നബിമാരുടെ ജീവിതവും കാൽപ്പാടുകളും പതിഞ്ഞ മണ്ണാണിത്. ഇബ്രാഹിം നബി, യാക്കൂബ് നബി, യൂസുഫ്, ദാവൂദ്, സുലൈമാൻ തുടങ്ങി എത്രയോ പ്രവാചകന്മാരോട് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ? തീർച്ചയായും. ഇസ്രാ മിഅ്റാജ് അത്ഭുത യാത്രയെ പറ്റി കേട്ടിട്ടില്ലേ? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും ആകാശലോകത്തേക്ക് പോയത് ഈ അക്സയിൽ നിന്നാണ്. ഇവിടെ വെച്ച് മുഹമ്മദ് നബി മുൻപ് കഴിഞ്ഞു പോയ എല്ലാ നബിമാർക്കും ഇമാം നിന്ന് നമസ്കരിച്ചു. അതുകൊണ്ടാണ് ബസ്സ എത്രയോ ആളുകൾ പോരാടി മരിച്ചിട്ടും ഈ ഫലസ്തീൻ വിട്ടുപോകാത്തത്. ആ, സുബഹ് ബാങ്ക് വിളിക്കുന്നു. വരും, നമുക്ക് നമസ്കരിക്കാം. ബാബ, ആ ശബ്ദം എനിക്ക് പേടിയാവുന്നു. മോനെ, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും നമ്മൾ പേടിക്കേണ്ടതില്ല. അവനാണ് ഏറ്റവും വലിയ രക്ഷകൻ. വരൂ, നമുക്ക് നമസ്കരിക്കാം. ഈ റൊട്ടിയുടെ മണം വീടാകെ നിറഞ്ഞു നിൽക്കുന്നല്ലോ. ഞാനും കൂടെ സഹായിക്കട്ടെ? വേണ്ട മോനെ, ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞു. പുറത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണോ? തെക്കൻ ഹൊസയിലെ കാനി യൂണിസിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഒരുപാട് പേർ ഷഹീദായി. വലി, കുട്ടികൾ പേടിക്കും. പതിയെ സംസാരിക്കൂ. എന്തിനാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ആയിഷ, നീ എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ മക്കളും ഭയമില്ലാത്തവരെ വളരണം. സത്യം അതറിഞ്ഞു തന്നെ അവർ വളരട്ടെ. ബാബ, നമുക്ക് ഈ പട്ടം പാട്ടാം. ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ ശബ്ദമില്ലല്ലോ. അതെ, നമുക്ക് പാടത്താം. നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങൾ ഈ ദുനിയാവിൽ ഒതുങ്ങരുത്. ആഖിറമാണ് യഥാർത്ഥ ലക്ഷ്യം എന്ന് നാം അവരെ പഠിപ്പിക്കണം. ഭൗതിക ലോകം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. എല്ലാ ദേഹവും ഒരിക്കൽ മരണത്തെ നേരിടേണ്ടത്. മരണം അവസാനമല്ല, അല്ലാഹുവിലേക്കുള്ള മടക്കയാത്രയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെ മോളെ, സഹനം പ്രകാശമാണ്. പ്രതിസന്ധികൾ, പീഡനങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം പ്രതിഫലമാകുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഈ പൊന്നു മക്കളെ ഈമാൻ കൊണ്ട് ധൈര്യമുള്ളവരായി വളർത്തണം. അതാണ് ഈ മണ്ണിനോടും ഖുദ്സിനോടുമുള്ള നമ്മുടെ ബാധ്യത. മറിയം ബിന്ദു വലീദ്, സാറ ബിന്ദു വലീദ്. മോനെ, നീ എന്താ അവരുടെ കയ്യിൽ എഴുതുന്നത്? ഉമ്മ, എൻ്റെ കൂട്ടുകാരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു. എവിടെയെങ്കിലും
പോയാൽ തിരിച്ചറിയാനാ ഇങ്ങനെ എഴുതുന്നത്. മാഷാ അല്ലാ, എൻ്റെ പൊന്നു ബസ്സ. ആ മതിയൊക്കെ എല്ലാരും കഴിക്കാൻ വരും. ബസ്സ, നിനക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ? അഹമ്മദിനെ കണ്ടിട്ട് എത്ര ദിവസമായി? അവൻ എന്താ സ്കൂളിൽ വരാത്തെ? അവൻ എവിടേക്കോ മാറിപ്പോയത്രേ. അവന്റെ വീട്ടിലിപ്പോൾ ആരുമില്ലെന്നാ പറഞ്ഞത്. ഹോ, അപ്പോൾ ഇനി അവൻ നമ്മുടെ കൂടെ കളിക്കാൻ വരില്ലേ? അവൻ വേറെ സ്കൂളിലേക്ക് പോയതായിരിക്കും അല്ലേ? അറിയില്ല ബസ്സ. അതിന് നമ്മുടെ സ്കൂൾ ഒഴികെ മദ്രസയിലെ എല്ലാ സ്കൂളുകളും തകർന്നില്ലേ? എങ്ങോട്ട് പോകാനാണ്? ഇതല്ലേ നമ്മുടെ നാട്, ഇവിടെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ പഠിച്ചു വലിയൊരു എഞ്ചിനീയർ ആകും, എന്നിട്ട് ഇവിടെ തകർന്ന വീടുകളൊക്കെ ശരിയാക്കും. എന്നാൽ ഞാനൊരു ഡോക്ടർ ആകും, എന്നിട്ട് മുറിവേറ്റവരെ എല്ലാം ഞാൻ ചികിത്സിക്കും. എന്നാൽ ഞാൻ ടീച്ചറാകും, നമ്മളെപ്പോലെ ധൈര്യമുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കും. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ വർഷം കോൺവൊക്കേഷൻ എടുത്ത ഫോട്ടോയാണിത്. ഇനി എന്നായിരിക്കും ഇതുപോലൊരു ദിവസം? അതറിയില്ല, പക്ഷെ നമ്മൾ എന്നും ഇതുപോലെ ഫ്രണ്ട്സ് ആയിരിക്കും. Airstrike has begun. All civilians must evacuate to safe zones immediately. വലഫീൽഡ് റെഡ് ക്രസന്റ് സൊസൈറ്റി റാണിയാണ് സംസാരിക്കുന്നത്. എന്താണ് ആവശ്യം? എന്താണ്? എനിക്ക് പേടിയാകുന്നു. എന്നെ വന്നൊന്ന് രക്ഷിക്കുമോ? ഞങ്ങൾ പെട്ടെന്ന് വരാം. മോൾ എവിടെയാണുള്ളത്? മോൾ കാറിനുള്ളിലാണോ? പുറത്തല്ലല്ലോ അല്ലേ? അത് കാറിനകത്താണ്. നിങ്ങളൊന്ന് വേഗം വരുമോ? മോളുടെ കൂടെ മറ്റാരുമില്ല? എല്ലാവരും കാറിനുള്ളിൽ വീണ് കിടക്കുന്നു. വിളിച്ചിട്ട് എണീക്കുന്നില്ല. എനിക്ക് പേടിയാകുന്നു. എന്നെ ഒന്ന് വന്ന് രക്ഷിക്കും. അടുത്തെന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ അടുത്ത് ഒരു ടാങ്കറുണ്ട്, അതെൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് പേടിയാകുന്നു. ഒന്ന് വേഗം വരാൻ പറ്റും? മോള് പേടിക്കാതെ, ആംബുലൻസ് എത്തി. അവര് നിന്നെ രക്ഷിക്കണേ. ഇപ്പൊ വരും. എന്റെ പൊന്നു മോള് കാറിൽ തന്നെ ഇരിക്കണേ. ഞാൻ നിന്റെ കൂടെ ലൈനിലുണ്ടാവും. മോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഫോണ് കട്ട് ചെയ്യരുത് കേട്ടോ. നമുക്കൊരുമിച്ച് ഖുർആൻ ഓതിയാലോ? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഹിന്ദുമോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ സംസാരിക്കുമ്പോൾ വായിൽ നിന്നും വെള്ളം വന്ന് എൻ്റെ ഉടുപ്പിലൊക്കെ നനയുന്നു. ഇത് കഴുകിയെടുക്കാൻ എൻ്റെ ഉമ്മക്ക് നല്ല പാടായിരിക്കും. നിങ്ങൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോ. പ്ലീസ് 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 എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോ. ഫലസ്തീന ജനങ്ങളുടെ പാലനം തുടരുകയാണ്. അവർ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് ജീവന് വേണ്ടി ഈ മരുഭൂമിയിൽ അലയുന്നു. ഈ ജനതയ്ക്ക് തലചായ്ക്കുന്ന നടന്നില്ല. ഇവിടുത്തെ ഓരോ സംഭവവും മനുഷ്യ മനസാക്ഷി തകർക്കുന്നതാണ്. ലോകം മുഴുവൻ കേട്ട ആ 6 വയസ്സുകാരി ഹിന്ദ് റജബിന്റെ ദുരന്തകഥയുടെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ പുറത്തു വരികയാണ്.
അവളെയും കുടുംബത്തെയും കണ്ടെത്തിയ കാറിൽ 335-ലധികം വെടിയുണ്ടകൾ തറച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഒഴിഞ്ഞ ആ കാറിനുള്ളിൽ നിന്ന് പോലും അവർക്ക് രക്ഷയുണ്ടായില്ല. നിസ്സഹായതയുടെയും കൊടിയ പീഡനത്തിന്റെയും ഏറ്റവും വലിയ തെളിവാണ് ആ വെടിയുണ്ട. തന്റെ പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ ആ ഹത്യ മുടക്കുകയാണ്. വിശപ്പിനാൽ അദ്ദേഹത്തെ സംസാരിക്കുവാനോ വിശന്നുകൊണ്ട് നമുക്ക് കേൾക്കുവാനോ സാധിച്ചില്ല. ആശുപത്രികൾ ഇന്ന് നിസ്സഹായരുടെ ശ്മശാനമാണ്. ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മണ്ണിൽ ഉറങ്ങാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. തീകോളങ്ങളിൽ മേലാഞ്ചിച്ച പണിഞ്ഞ രാവിലിരുന്ന് ഞാൻ എൻ്റെ വസിയെ തോന്നുന്നു. എന്റെ പണക്കുഞ്ചിയിലെ 50 ശക്കീലിൽ 40 അത് ഉമ്മാക്കുള്ളതാണ്. ബാക്കി 10 ശക്കീൽ ഷീനക്കും ഹാഷിമിനും നൽകണം. ഇനിയുള്ളത് എന്റെ പ്രിയ കളിപ്പാട്ടങ്ങളാണ്. അതെന്റെ എളാപ്പയുടെ മക്കൾക്ക് കൊടുത്തോളൂ. ബാക്കിയുള്ളത് ഷൂസുകളാണ്. എന്റേതെന്ന് മാത്രം കിനാവ് കണ്ട് എന്റെ മണ്ണിനെ ചുംബിച്ച് നടന്ന എന്റെ ഷൂസുകൾ എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കണം. എന്നിട്ടവ ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. ഉമ്മ, ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ആ സമയത്ത് പള്ളിയിൽ പോകരുതെന്ന്. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് അവർ നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. എന്റെ ബസ്സാണ് വലിയത്. നിർത്തായിഷ, അങ്ങനെ സംഭവിച്ചെങ്കിൽ എന്നൊക്കെ പറയുന്നത് ശൈത്താന്റെ സംസാരമല്ലേ മോളെ? ഇത് അള്ളാഹുവിന്റെ ഖദറാണ്. അവൻ ഉദ്ദേശിച്ചതേ സംഭവിക്കൂ. പള്ളിയിലേക്കുള്ള ആ യാത്രയിൽ ഷഹീദാവാനായിരുന്നു അവരുടെ യോഗം. ഷഹീദുകൾ മരിച്ചവരല്ല, അവർ അള്ളാഹുവിങ്കലിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നീ തളരരുത്. നിന്റെ ഈ വിലാപം അവർക്ക് സ്വർഗത്തിൽ ലഭിക്കേണ്ട പദവികൾക്ക് തടസ്സമാകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഉമ്മ, ഇക്കാക്ക അവിടെ പോയി? എനിക്ക് ബസ്സാമിനെ കാണണം. കാക്ക എപ്പോഴാണ് നമ്മുടെ പട്ടിയ പട്ടം ശരിയാക്കി തരുന്നത്? ഉമ്മ, എനിക്ക് വിഷമിട്ട് വയ്യ ഉമ്മ. വയറ് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുമ്മ. എന്തെങ്കിലും ഉണ്ടാക്കി തരൂ ഉമ്മ. എനിക്കിവരുടെ കരച്ചിൽ കേട്ട് നിൽക്കാൻ വയ്യമ്മ. ഞാനെന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. يا رابط القلب حسين وهذه السنين تطلع العين يا حبيبة يا فلسطين ويا عين نار الدين ويا زينة വെള്ളം വേണോ നിനക്ക്? നമുക്ക് നല്ല തണുത്ത വെള്ളം.
നിങ്ങളുടെ മണ്ണിൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടില്ല. വിടണം, എന്റെ മക്കളെ വിടാനാണ് പറഞ്ഞത്. അവര് വെറും കുഞ്ഞുങ്ങളാണ്. വിടവരെ. മിണ്ടിപ്പോകരുത്. നിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണ്. നിങ്ങളുടെ ഈ കരച്ചിൽ കേട്ട് ലോകം ചിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോട് എങ്ങോട്ടാണ് പോകാൻ പറയുന്നത്? നിങ്ങൾ ബോംബിട്ട് തകർത്ത ഞങ്ങളുടെ വീടിന്റെ അവശിഷ്ടങ്ങളിലേക്കോ? ഈ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കളിയാക്കാൻ നിനക്ക് നാണമില്ലടാ. ഇത് യുദ്ധമല്ല, പച്ചയായ ഒരു വംശഹത്യയാണ്. അല്ലാ, ഞങ്ങളുടെ ഈ കണ്ണീരിനെ നിങ്ങൾ ഭയപ്പെടും. നിങ്ങൾ കൊന്നൊടുക്കുന്ന ഈ കുഞ്ഞുങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിനക്കെതിരെ സാക്ഷി പറയും. ആ സാക്ഷ്യത്തിന് മുന്നിൽ നിന്റെ ഈ അധികാരമെല്ലാം വെണ്ണയായി മാറും. സമയമില്ല. നിന്റെ ആയുസ് ഈ സെക്കൻഡിൽ തീരുകയാണ്. ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റലിന് സമീപമുള്ള തകർന്ന തെരുവിൽ നിന്നാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 72 മണിക്കൂർ നേരത്തേക്കുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പലായനം ചെയ്തവർക്ക് സഹായം എത്തിക്കാനും അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവരെ കണ്ടെത്താനും ഈ സമയം ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും ഈ വെടിനിർത്തൽ എത്രത്തോളം നിലനിൽക്കുമെന്നോ ഞങ്ങളുടെ ജനതയുടെ ദുരിതങ്ങൾക്ക് അറുതിയാകുമെന്നോ പറയാനാവില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. സലാം, ഗസയിൽ നിന്ന്. എന്താടാ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ആണല്ലോ. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഞങ്ങൾ തരട്ടെ. നീതിയെ കുറിച്ചുള്ള നിന്റെ വർത്തമാനമൊക്കെ എവിടെ പോയി? ഇവിടെ കിടന്ന് കുഴപ്പമുണ്ടാക്കാൻ നിനക്കാരാണ് അനുവാദം തന്നത്? അനുവാദമോ? സത്യം വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് ആരുടെയും അനുവാദം വേണ്ട. നിങ്ങൾ തകർക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളെ. പക്ഷേ ഞങ്ങളുടെ ഈമാൻ തകർക്കാൻ നിങ്ങളുടെ ഒരായുധമാവില്ല. അല്ലാഹു ഒപ്പമുള്ളവരെ തോൽപ്പിക്കാൻ നിങ്ങളുടെ ഈ സൈന്യത്തിന് കഴിയില്ലടാ. നിന്റെയൊക്കെ ഈ ആവേശം ഈ തോക്കിൻ മുറയ്ക്ക് മുൻപിൽ തീരുന്നതേ ഉള്ളൂ. ഇത് അഹങ്കാരമല്ല, ഇസ്സത്താണ്. അല്ലാഹു വിശ്വാസിക്ക് നൽകുന്ന അഭിമാനം. ഞങ്ങൾ ഒരു മരത്തിന്റെ വേരുകൾ പോലെയാണ്. എത്ര വെട്ടിയാലും നശിപ്പിച്ചാലും കിളിർത്തു വരും. അല്ലാഹുവിന് മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിലും ഞങ്ങൾ തലകുനിക്കില്ല. ഇവനെ ഒതുക്കിയേ പറ്റൂ. ഇവന്റെ ശബ്ദം ഇതോടെ നിനക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരീരമാകെ മുറകളിട്ട് മരണത്തോട് മല്ലിടുന്ന സഹോദരന്റെ കാതുകളിൽ ഷഹാദത്ത് മന്ത്രിക്കുന്ന പെഞ്ചുകുഞ്ഞിന്റെ ആത്മധൈര്യവും മരിച്ച പേരക്കുട്ടിയെ റോഹൻ റോഹെന്ന് വിനോദി ചുംബിക്കുന്ന മുത്തശ്ശന്റെ ക്ഷമയും മനുഷ്യത്വത്തിന്റെ ആഴമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരു നിരപരാധിയെ വധിക്കുന്നത് മനുഷ്യരാശിയെ മുഴുവൻ വധിക്കുന്നതിന് തുല്യമാണ്.
സഹായിക്കാനുമാണ് പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അന്യായമായി ആക്രമിക്കപ്പെടുന്ന ആ മക്കളുടെ വേദന നമ്മുടെ ഹൃദയങ്ങളിൽ നോവായി പടരണം. മക്കളുടെ ശരീരത്തിൽ പേരെഴുതി വെക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥ നമ്മുടെ പ്രാർത്ഥനകളിലെ കനലായി മാറണം. ലോകത്തിന്റെ ഏത് കോണിലായാലും യുദ്ധത്തിന്റെ ഇരകൾ കുഞ്ഞുങ്ങളും നിരപരാധികളുമാണ്. രക്തമില്ലാത്ത മണ്ണും ഭയമില്ലാത്ത ആകാശവും ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. യുദ്ധങ്ങളും വെറുപ്പുമില്ലാത്ത സ്നേഹവും സമാധാനവും പുലരുന്ന ഒരു പുതിയ ലോകത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കാം. പ്രിയപ്പെട്ട ഫലസ്തീൻ, ചാല് കൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യാശയുടെ പട്ടങ്ങൾ ഇനിയും വീഴും. ആ മക്കൾ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാതെ ഈ ലോകം അവസാനിക്കില്ല. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. പ്രാർത്ഥനകളിലൂടെയും മനുഷ്യത്വത്തിലൂടെയും ലോകത്തിന്റെ മുറിവ്